അസ്സലാമു അലൈക്കും. ഉണ്ടോ ഈ ദുനിയാവിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഇന്ന് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും പെരുന്നാളിന്റെ സമയത്തൊക്കെ ആളുകൾ ഏറ്റെടുക്കുകയും പല രീതിയിലുള്ള നൃത്ത താളങ്ങളൊക്കെ ആയിട്ട് ആ പാട്ടിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ വരികളിൽ വളരെ ഗൗരവമുള്ള സൂഫി വിശ്വാസങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് പലപ്പോഴും നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ അതിലെ ഈ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹാലായി മാറണം പൂവിന്റെ വഴിയെ. അതിൽ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പിന്നെ ഹാലായി മാറണം ഹൂവിന്റെ വഴിയിൽ. ഹാല് എന്നൊക്കെ പറയുന്നത് സൂഫികളുടെ ഒരു ആസ്വാദനത്തിന്റെ അവരുടെ ദിക്റുകളിലൊക്കെ ആയിട്ട് എത്തുന്ന ഒരു അവസ്ഥയാണ്. ഹൂ എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയാണ്. അപ്പം അള്ളാഹുവിന്റെ വഴിയിൽ സൂഫികളുടെ ഒരു അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു പ്രണയത്തിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. അതിനുശേഷം പറയണത് ആലം മീമിൽ അമരണം അതിലുണ്ടേ നിറയെ. പിന്നെ ആലം മീമിൽ അമരണം. മീം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് റസൂലിനെയാണ്. പക്ഷെ റസൂലിനെ അള്ളാഹുവിനെയൊക്കെ അവര് ഒന്നായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ ലയിക്കണേന ഫനാഹ് എന്ന് പറയുവര്. ഈ അള്ളാഹുവിൽ തന്നെ ഒരു മനുഷ്യൻ സ്വയം അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുവായി മാറുന്ന വിശ്വാസത്തെയൊക്കെയാണ് പിന്നീടുള്ള ആ വരിയിൽ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരി കേൾക്കാൻ കഴിയും. നിന്നിൽ നീ ഒന്ന് നോക്ക്, നിന്റെ ഉള്ളുണ്ട് ഹക്ക്, പിന്നെ എന്തിന്നീ ശക്ക്. അതിൽ പറയണത് ശ്രദ്ധിച്ചില്ലേ? നിന്നിൽ നീ ഒന്ന് നോക്ക്, നിന്റെ ഉള്ളുണ്ട് ഹക്ക്. ഈ വരികൾ എത്രമാത്രം അപകടമാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നിന്നിൽ നീ ഒന്ന് നോക്ക്, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. അപ്പോ നിനക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നിന്റെ ഉള്ളുണ്ട് ഹക്ക്, നിന്റെ ഉള്ളിൽ ഹക്കുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിന്റെ ഉള്ളിൽ തന്നെ ഹക്ക് ഉണ്ട് പറഞ്ഞാൽ, ഹക്ക് എന്നുള്ളതിനോട് സൂഫികൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അള്ളാഹു ആണ്. പിന്നെ നിന്റെ ഉള്ളിൽ ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നീ തന്നെയാണ് അള്ളാഹു, നിനക്ക് നിന്നെ തന്നെ നോക്കിയാൽ മനസ്സിലാകും എന്ന രീതിയിലുള്ള കുഫറിന്റെ അനൽ ഹക്കിന്റെ വിശ്വാസത്തെയാണ് ഈ വരികളിലൂടെ അവർ പലപ്പോഴും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇസ്ലാമിക ഗാനങ്ങളായിട്ട് ഏറ്റെടുക്കുകയും അത് ഒരു നല്ല ഒരു പാട്ട് എന്ന രീതിയിൽ മനസ്സിലാക്കി ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള പാട്ടിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്.